blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സ്പോൺസേഴ്സാണ് ഇത്രയും അധികം എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ദേ ആർ പാർട്ട്നേഴ്സ് വിത്ത് ജീസസ് ഇൻ ഹിസ് മിനിസ്ട്രി. സോ ദേ ആർ സോ വാല്യുബിൾ ബിഫോർ ഗാഡ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആദ്യമേ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അനൗൺസ് ചെയ്യുന്നു. മാത്രമല്ല, ചിലത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളെങ്കിലും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും എൻ്റെ ടേബിളിലുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മുംബൈയിൽ നിന്നുള്ള ഒരു വെൽവിഷർ കുടുംബത്തെ മുഴുവൻ ദൈവികമായ ഒരു ആരോഗ്യത്താലും ആത്മീയ വളർച്ചയാലും അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അമ്മിണിക്കുട്ടി കുടുംബത്തെ മുഴുവൻ ദൈവിക സമാധാനത്തിൽ നിറയ്ക്കാൻ, അതുപോലെ ആരോഗ്യം നൽകാൻ സി ജോർജിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചുമകൻ 2.5 വയസ്സുള്ള കൊച്ചുമകനാണ്. പ്രായത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിൽ നോർമലായി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസി ജോർജിന് വേണ്ടി, ഇളയ മകൾക്ക് മൈഗ്രെയിനിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ട്. സരള ബെഞ്ചമിൻ ആരോഗ്യത്തിന് വേണ്ടിയും എല്ലാ രോഗത്തിൽ നിന്നും വിടുതലുണ്ടാകാൻ വേണ്ടി. ഭോപ്പാലിൽ നിന്നും വെൽവിഷർ മകന് വേണ്ടി, അതുപോലെ മകൾക്ക് വേണ്ടി 2 പേരുടെ വിവാഹം നടക്കണം. ഞാനിത് പറയുമ്പോഴേ ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സിന് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നിസ എബ്രഹാം വയറിനകത്ത് വളരുന്ന 5 വളർച്ചകൾ, എക്സ്ട്രാ ഗ്രോത്തുകൾ മുഴുവൻ നിന്നും പൂർണ്ണ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടി. താനയിൽ നിന്നുള്ള വെൽവിഷർ മകന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. TC സാമുവൽ മകനും മകൾക്കും നല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നമ്മ ജോസ് 2 മക്കൾക്ക് നല്ല ആരോഗ്യവും നല്ല ഭാവിയും ഉണ്ടാകാൻ വേണ്ടി. ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദുബൈയിൽ ഓഫ് ഷോറിൽ നല്ല ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. KC ചാണ്ടി പ്രോപ്പർട്ടിയുടെ സെയിൽ എത്രയും വേഗം നടക്കാൻ. അതുപോലെ സ്നേഹ റിജോയ് RN എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് USA. ഷാജി ആൻഡ് ഫാമിലി മകന് വേണ്ടിയിട്ട് 10th ബോർഡ് എക്സാമിൽ എല്ലാറ്റിലും എല്ലാ പേപ്പേഴ്സിനും A+ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മറയൂരിൽ നിന്നുള്ള ഒരു വെൽവിഷർ മകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 10th ബോർഡ് എക്സാമിൽ നല്ല ഒരു റിസൾട്ട് ലഭിക്കാൻ. ഈ എല്ലാ വിഷയങ്ങളും യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഈ സ്പോൺസേഴ്സിന് വേണ്ടി, അവരുടെ ഓരോ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോകം എമ്പാടുമുള്ള ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം മുതൽ മിറക്കിൾസ് ആരംഭിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, പരീക്ഷയിൽ ജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ വളർച്ച ഉണ്ടാകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങളിൽ ആവശ്യമുണ്ട് അതിലെല്ലാം കർത്താവിൻ്റെ അത്ഭുതം അങ്ങ് റിലീസ് ചെയ്തതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ അവിടുതൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ഇന്ന് മുതൽ നിങ്ങളുടെ വിടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിനിപ്പോഴേ മുൻകൂറായി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ഫെബ്രുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് ഫെബ്രുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, പടിഞ്ഞാറേ നട, ഡാണാപ്പടി, ഹരിപ്പാട്.
are going to read Hebrews chapter number 2 and verse number 5. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം നാം കാണുവാനായിട്ട് പോകുകയാണ്. It's not to angels that he has subject the whole world to come, about which we are speaking. നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല ദൈവം കീഴ്പ്പെടുത്തിയത്. It's not to angels that he has subjected the world to come, about which we are speaking. That means the world to come will not be subjected to angels but to man. അതിൻ്റെ അർത്ഥം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല ദൈവം കീഴ്പ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ വരുവാൻ പോകുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളുടെ നിയന്ത്രണങ്ങൾ ദൂതന്മാരെ അല്ല ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, മറിച്ച് മനുഷ്യരെയാണ്. Did you listen to that? നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചുവോ? In the future, in the days to come, in the future eternity, the whole world will not be subjected to angels but to man. ഓർക്കുക, വരുവാൻ പോകുന്ന കാലഘട്ടങ്ങൾ, ഭാവി കാലങ്ങൾ, ഈ ഭൂമിയിലെ ഭാവി സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത് ദൂതന്മാർ നിമിത്തമല്ല, മറിച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. We understand that originally when angels were created, they were created, number one, before man they were created. Number two, they were created higher beings than man. ഇതുവരെ ചരിത്രം, ബൈബിളിലെ ചരിത്രം അനുസരിച്ച് നാം മനസ്സിലാക്കിയിട്ടുള്ള വസ്തുത ഇതാണ്: ദൂതന്മാർ എന്നുള്ളത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപേയുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ ജീവികളാണ് അവർ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനെ മനുഷ്യരെക്കാൾ അല്പം കൂടെ ഉയർന്ന നിലവാരത്തിലാണ് ഇവർ സൃഷ്ടിക്കപ്പെട്ടത്. ഈ രണ്ട് വസ്തുതകളുമാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Psalm number 8 and verse number 3 to 8. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. Psalm 8 verse number 3. When I consider your heavens, the work of your fingers, the moon and the stars which you have set in place, what is mankind that you are mindful of them, human beings that you care for them. മൂന്നാമത്തെ വചനം, അങ്ങയുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ പറ്റി അങ്ങ് ചിന്തിക്കുവാൻ അവൻ എന്ത്, മനുഷ്യപുത്രനെ പറ്റി അങ്ങ് കരുതുവാൻ അവൻ എന്തുമാത്രം. See, when compared to the vastness, the magnificence of God's creation around us in the universe, what is man to be considered by God? നോക്കുക, ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വിശാലമായ സൃഷ്ടിപ്പിനെ കുറിച്ചും അത്ഭുതകരമായ, അത്യത്ഭുതകരമായ അവൻ്റെ പ്രവൃത്തികളെയും വെച്ച് തുലനം ചെയ്യുമ്പോൾ മനുഷ്യനെ ഇത്രത്തോളം കരുതുവാൻ, മനുഷ്യനെ കൊണ്ടുവരുവാൻ അവൻ എന്തുമാത്രം ചെറുതാണ്. Number 5, you have made them a little lower than the angels and crowned them with glory and honor. 5-ാമത്തെ വചനം, അങ്ങ് അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും മാനവും അവനെ അണിയിച്ചു. What do you understand? നിങ്ങൾക്ക് എന്തു മനസ്സിലായി? When man was created, he was created lower than the angels. അതിന്റെ അർത്ഥം ഇതാണ്: മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മാലാഖമാരേക്കാൾ, ദൂതന്മാരേക്കാൾ അല്പം താഴ്ന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു. Then verse number 6 says, you made them rulers over the works of your hands. You put everything under their feet, all flocks and herds and the animals of the wild, the birds in the sky and the fish in the sea, all that swim the paths of the seas. 6-ാമത്തെ വചനം, അവിടുത്തെ കൈവേലകളുടെ മേൽ അവന് അധികാരം നൽകി സകലത്തെയും അവന് കീഴിലാക്കിയിരിക്കുന്നു. ആടുകളെയും കന്നുകാലികളെയും വയലിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ ചരിക്കുന്ന എല്ലാറ്റിനെയും തന്നെ.
God is a spirit. ദൈവം ആത്മാവാകുന്നു. We are also spirits. നാമും ആത്മാവാണ്. Angels are also spirits. ദൂതന്മാരും ആത്മാക്കളാണ്. But one thing that is special about us is that we have an earthly body. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാര്യം ഇതാണ്, നമുക്ക് ഭൗമികമായ ഒരു ശരീരമുണ്ട്. ഹലോ. Angels do not have earthly bodies. മാലാഖമാർക്ക് ഭൗമികമായ ഒരു ശരീരമില്ല. They have only heavenly bodies. അവർക്ക് സ്വർഗീയമായ ശരീരം മാത്രമേ ഉള്ളൂ. But we have earthly bodies. എന്നാൽ നമുക്കിന്ന് ഭൗമികമായ ഒരു ശരീരമുണ്ട്. That's why we have all the right on the earth given by God. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ദൈവത്താൽ ഉള്ള സകല അധികാരവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. When man was created lower than the angelic beings. That means the heavenly beings were higher than us. ഓർക്കുക, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അനുസരിച്ചിട്ടുള്ള ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എല്ലാ സ്വർഗീയ ജീവികളും മനുഷ്യരെക്കാൾ ഉന്നതമായിട്ടാണ് നിലകൊള്ളുന്നത്. Are you with me this morning? ഇന്ന് രാവിലെ നിങ്ങൾ എത്ര പേര് എന്റെ കൂടെയുണ്ട്? Now watch this. ഇപ്പോൾ ദയവായി ഇത് കാണുക. Angels are higher than us. നോക്കുക, മാലാഖമാർ നമ്മുടെ മുകളിലാണ്, ദൂതന്മാർ We are lower than the angels. ദൂതന്മാരെക്കാൾ അല്പം താഴെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. That is the time Jesus took an earthly body and joined the humanity. ഇങ്ങനെ ഈ തട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിനേക്കാൾ ഉയർന്നവനായ യേശു കർത്താവ് താഴെയുള്ളവരുടെ ഭൗമിക ശരീരത്തിന്റെ രൂപമെടുത്തിരിക്കുന്നത്. Jesus joined our family. യേശു കർത്താവ് നമ്മുടെ കൂട്ടത്തിലേക്ക് കൂടി വന്നു. He took an earthly body. അവൻ ഭൗമിക ശരീരത്തെ അവൻ എടുത്തു. And he came as a missionary into this world. ഈ ലോകത്തിലേക്ക് ഒരു മിഷണറിയായി അദ്ദേഹം വന്നു. He died for us. നമുക്ക് വേണ്ടി അദ്ദേഹം മരിച്ചു. Was buried. അവൻ അടക്കപ്പെട്ടു. He rose from the dead. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. He ascended to heaven. എന്നിട്ട് സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗാരോഹണം ചെയ്തു. Now, ഇപ്പോൾ in the days to come, വരുവാനുള്ള കാലഘട്ടങ്ങളിൽ the Bible says, ബൈബിൾ പറയുന്നു, angels will not be superior to us, we will be above angels. വരുവാൻ പോകുന്ന ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇനി ദൂതന്മാരല്ല നിങ്ങളുടെ മുകളിൽ മകരം, നിങ്ങൾ ദൂതന്മാരെക്കാൾ മുകളിലായിരിക്കുകയാണ്. How this happened? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? Because Jesus joined the human family. എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് യേശു കർത്താവ് പങ്കുകാരനായി തീർന്നപ്പോൾ മുതൽ. Jesus never joined the angelic family. യേശു കർത്താവ് ഒരിക്കലും ദൂതന്മാരുടെ കൂട്ടത്തിലേക്ക് കുടുംബത്തിലേക്ക് ഭാഗവാക്കായില്ല. But Jesus joined our family. മറിച്ച് മനുഷ്യ കുടുംബത്തിലേക്കാണ് യേശു കർത്താവ് അംഗമായി തീർന്നത്. And Jesus exalted the human family above angelic family. അങ്ങനെ യേശു ക്രിസ്തു മനുഷ്യ കുടുംബത്തെ, മനുഷ്യ സമൂഹത്തെ ദൂതന്മാരെക്കാൾ ഉയർത്തിക്കൊണ്ടുവന്നു. Shout a big hallelujah everywhere. സന്തോഷമുള്ള ദൈവമക്കൾ കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറഞ്ഞാല്. Now 1 Corinthians chapter 6 and verse number 3 says, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം പറയുകയാണ്, do you not know that we will judge angels? അവിടെ 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നാം ദൂതന്മാരെ വിധിക്കും എന്നറിയുന്നില്ലേ? ആർക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലായി. We were originally created lower than the angelic beings in power, in beauty, in ability, in anointing, in wisdom and in so many other things. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, യഥാർത്ഥത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗീയ മാലാഖമാരെക്കാൾ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും കഴിവിന്റെ കാര്യത്തിലും അധികാരത്തിന്റെ കാര്യത്തിലും വിശുദ്ധിയുടെ കാര്യത്തിലും എല്ലാം താഴ്ന്ന നിലവാരത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. But because of Jesus' great mission, എന്നാൽ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള അവന്റെ വലിയ ദൗത്യം നിമിത്തം the order was upset. നോക്കുക, അന്നുണ്ടായിരുന്ന ആ ക്രമം ആകെ തകിടം മറിഞ്ഞു.
we became above the angels. ഇപ്പോൾ നാം ദൂതന്മാരെക്കാൾ മുകളിലെത്തിയിരിക്കുകയാണ്. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് യെരിഹോവിലാണ്. യെരിഹോവിൽ ഇപ്പോൾ നിൽക്കുന്നത് യേശുവിൻ്റെ പരീക്ഷണ മലയിലെ അടുക്കലായിട്ടാണ്. അതാണ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. യെരിഹോ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രാചീന പട്ടണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പട്ടണമാണ് യെരിഹോ പട്ടണം എന്നുള്ളത്. അപ്പോൾ തന്നെ യെരിഹോ പട്ടണമാണ് ഈ ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് ഉള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് യെരിഹോ പട്ടണമാണ്. അതും ഇതിൻ്റെ പ്രത്യേക വിശേഷതയാണ്. ദ ബാസ്ക്കറ്റ് ഓഫ് ഇസ്രായേൽ എന്നാണ് ഈ പട്ടണത്തെ വിളിക്കുന്നത്. കാരണം ധാരാളം ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഈ മലഞ്ചെരുവിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ധാരാളം കൾട്ടിവേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ധാരാളം മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ധാരാളം ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് ഈന്തപ്പനയുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാം. ഈന്തപ്പന ധാരാളമായിട്ട് ഞങ്ങൾ ഇവിടെ കണ്ടു. ധാരാളം ഈന്തപ്പഴങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത്രത്തോളം വളരെ മനോഹരം, നല്ലൊരു ക്ലൈമറ്റുള്ള, വളരെ എല്ലാ സമയത്തും, അതായത് വർഷത്തിൻ്റെ 12 മാസവും ഏറ്റവും നല്ല ക്ലൈമറ്റുള്ള ഒരു പ്രദേശമാണ് ഈ യെരിഹോ പട്ടണം എന്നുള്ളത്. സിസ്റ്റർ, ഈ സഹോദരൻ്റെ പേര് പത്രോസ് എന്നാണ്. ഇവർ താമസിക്കുന്നത് പെരുമ്പാവൂർ ദേശത്താണ്, ഓടക്കോലി എന്ന് പറയുന്ന സ്ഥലത്താണ്. 2 വർഷമായിട്ട് നമ്മുടെ പെരുമ്പാവൂർ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണിത്. ഈ സഹോദരന് 15 വർഷമായിട്ട് സൊറായിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. താൻ പറയുന്നത് ഇത് വളരെ പടരുന്ന രീതിയിലുള്ളതായിരുന്നില്ല, പക്ഷേ തനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇതുമൂലമുണ്ടായി. ഇത് ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരുന്നു. തൻ്റെ തലമുടിയുടെ ഇടയിലും തലയോട്ടിയിലും കൈവിരലുകളിലെല്ലാം. അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ താൻ അനുഭവിച്ചു. താൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രശ്നം, വർഷങ്ങളായിട്ട് ഒരുമിച്ചുള്ള കൂട്ടുകാരായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ജോലിക്കിടയിലെല്ലാം ഭക്ഷണം പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി താൻ മാനസികമായിട്ട് ഇതിൽ താൻ ദുഃഖിച്ചിരുന്നു. എന്നാൽ താൻ നമ്മുടെ പെരുമ്പാവൂർ ബ്ലെസ്സിംഗ് സെൻറ്ററിൽ താൻ വന്ന് അവിടെയുള്ള മെമ്പേഴ്സിനോടും അവിടെയുള്ള ഇൻചാർജിനോടെല്ലാം ഈ പ്രാർത്ഥന വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു. താൻ പറഞ്ഞു ക്രമേണ 1 ഇയറിനകത്ത് 15 വർഷമായിട്ടുണ്ടായിരുന്ന ആ അസുഖം തനിക്ക് പൂർണ്ണമായിട്ട്, അങ്ങനെ ഒരു അസുഖമുണ്ടെന്നുള്ളൊരു തെളിവ് തൻ്റെ സ്കിന്നിൽ പോലും ഇല്ലാത്ത രീതിയിൽ, ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ കർത്താവ് പൂർണ്ണ സൗഖ്യം തനിക്ക് കൊടുത്തു. തൻ്റെ വിശ്വാസം അവിടെ വർദ്ധിച്ചു. അതുകൊണ്ടാണ് താൻ സ്ഥിരമായി അവിടെ പോകുന്നതും അതിൻ്റെ അംഗമായി നിൽക്കുന്നതും. എന്നാൽ തനിക്ക് ചില നാളുകൾക്ക് മുമ്പ് കഠിനമായ നെഞ്ചുവേദന ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം താൻ കോതമംഗലത്ത് തന്നെയുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിൽ 2 ബ്ലോക്കുകളുണ്ടെന്നും അത് ഗുരുതരമാണെന്നും വേഗത്തിൽ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു കുറച്ചും കൂടി നല്ല ഹോസ്പിറ്റലിൽ പോയി ഒന്നും കൂടി പോകുന്ന. തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ പെരുമ്പാവൂരിലുള്ള സാൻ ജോസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെയും അതേ റിസൾട്ട് തന്നെ അവർ പറയുന്നു. 2 ബ്ലോക്ക് ഹാർട്ടിലുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെയും മടിച്ചിട്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലേക്ക് വീണ്ടും അടുത്ത ആഴ്ച പോയി. അവിടെയും ഇതുപോലെ പരിശോധിച്ച സമയത്ത് അവർ പറഞ്ഞു 2 ബ്ലോക്ക് ഹാർട്ടിലുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിറ്റ് ആവണം, ആൻജിയോഗ്രാം ആദ്യം ചെയ്യണം, അതിൻ്റെ ഏകദേശം എത്ര രൂപയാകും അതെല്ലാം ചികിത്സിച്ച് എല്ലാം വരാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ആദ്യത്തെ ഘട്ടം മാത്രം ചെയ്യാൻ 15,000 രൂപയാകും എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കതിനുള്ള പണം എൻ്റെ കയ്യിൽ ഒട്ടുമില്ല, ഞാൻ അന്നന്ന് കണ്ട് കഴിയുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. താൻ വീട്ടിൽ വന്നു. നമ്മുടെ പെരുമ്പാവൂർ ബ്ലെസ്സിംഗ് സെൻറ്ററിലെ എല്ലാവരോടും ഈ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ അദ്ദേഹം വിളിക്കാൻ ശ്രമിച്ചിട്ട് അന്ന് കിട്ടിയില്ല. പക്ഷേ ഇവർ അടുത്ത ആഴ്ച മറ്റൊരു ഹോസ്പിറ്റലിലൂടെ പോകും. കാരണം ഇദ്ദേഹത്തിന് പണവും കയ്യിലില്ല, ഏതെങ്കിലും രീതിയിലൊരു സൊല്യൂഷൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി ഇരിക്കുകയാണ്. അന്ന് കോതമംഗലത്തൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദിവസം രാവിലെ അദ്ദേഹം നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച സമയത്ത് താൻ പറയുന്നത് ഫസ്റ്റ് റിങ് ചെയ്തപ്പോൾ തന്നെ അവിടെ കോൾ എടുത്തു, പ്രാർത്ഥിച്ചു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ പറഞ്ഞത് ബ്രദറെ, യേശു ബ്രദറിനെ സൗഖ്യമാക്കിയിരിക്കുകയാണ്, ആ പരിശോധന റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇദ്ദേഹവും ഭാര്യയും അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഡോക്ടർ പറഞ്ഞത് താങ്കൾക്ക് ഹൃദയത്തിൽ ഒരു ബ്ലോക്കുമില്ല, ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞു.
എന്നാൽ ഇതിന് മുൻപുള്ള 3 ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് ഇദ്ദേഹം അവിടെ കൊണ്ടുവന്നിരുന്നു. എല്ലാം ഒരാഴ്ച ഗ്യാപ്പിലാണ് എല്ലായിടത്തും പോയിരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞ് പിറ്റേ വർഷമാണെങ്കിൽ ഓക്കെ, ബ്ലോക്ക് എങ്ങനെയെങ്കിലും പോകുമെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് യാതൊരു കാരണവശാലും തെറ്റായിട്ടുള്ള ഒരു റിസൾട്ട് വന്നതല്ല, തീർച്ചയായിട്ടും താങ്കൾക്ക് ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ 3 സ്ഥലത്തു നിന്നും ഒരേ രീതി നിലവാരത്തിൽ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് പത്രോസ് എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ടോ? യെസ്, ഞാൻ ബ്ലെസ്സിങ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ബ്ലെസ്സിങ് ടുഡേ കാണുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച സൗഖ്യമാണിത് എന്ന് ഡോക്ടർ പറഞ്ഞു. മാത്രമല്ല അതിന്റെ കൂടെ തനിക്ക് അത്ഭുതങ്ങൾ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ഇതോടൊപ്പം തനിക്ക് മറ്റ് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല, ഷുഗർ ലെവൽ തൻ്റെ 400-ന് മുകളിലായിരുന്നു തൻ്റെ ഷുഗർ ലെവൽ. അതുപോലെ പ്രഷർ ലെവൽ 200-ന് മുകളിലായിരുന്നു. രണ്ടും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞ ശേഷം പറഞ്ഞു ഇനി താങ്കൾക്ക് ഇനിയും പരിശോധിക്കണമെങ്കിൽ നമുക്ക് ബ്ലഡ് എല്ലാം ഒന്നും കൂടി നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാം, എല്ലാ രീതിയിലുള്ള പരിശോധന വേണം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പരിശോധിക്കേണ്ട ഡോക്ടർ, കാരണം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പരിശോധിച്ചതാണ്, അപ്പോഴെല്ലാം എൻ്റെ പ്രഷർ ലെവലും കൂടുതലാണ്, ഷുഗർ ലെവലും 400-ന് മുകളിലാണെന്ന് പറഞ്ഞു. എന്നാലും പരിശോധിക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ അന്ന് തന്നെ തൻ്റെ രക്തം പരിശോധിച്ചു. അത് തന്നെ സെയിം ഹോസ്പിറ്റലിൽ തന്നെ. എന്നാൽ അതിന്റെ റിസൾട്ട് വന്നപ്പോഴും യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു, അതെല്ലാം നോർമൽ ആയിരിക്കുന്നു. ഇതിപ്പം ഡാമിയൻ ബ്രദർ പറഞ്ഞ പോലെ തന്നെയായി പോലെ, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ പോലെ, ബിരിയാണി കിട്ടിയാൽ സൈഡ് എല്ലാം വരണമെന്ന് പറഞ്ഞ പോലെ, ബ്ലോക്ക് മാറിയ കൂട്ടത്തില് എല്ലാ അസുഖവും കൂടെ ഒന്നിച്ചു മാറി അല്ലേ, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മാറി. ഹല്ലേലൂയ. ഫ്രീ മെയിൻ്റനൻസ് ആണ് കർത്താവിൻ്റെ കയ്യിലോട്ട് നമ്മളെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് കർത്താവ് അങ്ങ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. മഞ്ഞപ്പിത്തം മൂലം പ്രയാസപ്പെടുന്ന ചില വ്യക്തികളെ കർത്താവ്, എന്ന് വെച്ചാൽ അത് മാസങ്ങളായി, നിരവധി ആഴ്ചകളായി, യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി അതിൻ്റെ അംശം പോലുമില്ലാതെ ആ രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ ചില അപൂർവ രോഗങ്ങൾ, 1,00,000 പേരിലൊക്കെ ഒരാൾക്ക് വരുന്ന രീതിയിലുള്ള ചില അപൂർവ രോഗങ്ങൾ, മെഡിസിൻ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്ത് ചില സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻ ജീസസ് നെയിം. അതുപോലെ ഫലോപ്പിയൻ ട്യൂബിന് തകരാറ് സംഭവിച്ച് ഇനിയൊരു ഗർഭധാരണം സാധ്യമാണോ? ഒരുപക്ഷെ ട്യൂബുലാർ പ്രഗ്നൻസിയൊക്കെ ഉണ്ടായി, ഒന്ന് മുറിച്ച് മാറ്റി മറ്റൊന്ന് തകരാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷനുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് വിടുതൽ നൽകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, അത്ഭുതകരമായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശരീരത്തിലെ ഞരമ്പുകൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ. മസിലുകളിൽ വിടുതലുണ്ടാകട്ടെ. അസ്ഥികളിൽ വിടുതൽ ഉണ്ടാകട്ടെ. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ ഫിസ്റ്റുല എന്ന രോഗത്തെ കർത്താവ് എടുത്തു മാറ്റുന്ന ഫിഷർ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില കുട്ടികളിൽ ഏകദേശം 12 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾ, അതിൽ ആസ്മ രോഗവുമായി പ്രയാസപ്പെടുന്ന അങ്ങനെയുള്ളവർ വലിയ വിടുതൽ കർത്താവ് നൽകുന്നുണ്ട്. കൂടാതെ മദ്യപാനത്തിന് അടിമകളായ വ്യക്തികൾ, പുകവലിയോ ഡ്രഗ്സോ ഒക്കെ ഉള്ളവർ, ഞാൻ ഈ സമയത്ത് പ്രത്യേക നിയോഗത്താൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവിക ഒരു വലിയൊരു വിടുതൽ കർത്താവ് തരാൻ പോവുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ അഡിക്ഷൻസ് ബ്രേക്ക് ചെയ്യുന്നു. മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരട്ടെ, പുകവലിയിൽ നിന്ന് പുറത്തു വരട്ടെ, ഡ്രഗ് അബ്യൂസിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. കർത്താവെ, നീ അങ്ങനെ അത്ഭുതകരമായ വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞാൻ നിങ്ങളുടെ വിഷയം പറഞ്ഞില്ലെങ്കിൽ പോലും, നിങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും, ഇപ്പോൾ കൈനീട്ടി
വിടുതൽ സ്വീകരിക്കുക. കർത്താവെ, അത്ഭുതകരമായ വിടുതൽ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഏത് വിഷയത്തിലും പരിഹാരം കർത്താവ് കൊടുക്കണമേ. ജീസസ് നെയിം, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വന്ന് സംബന്ധിക്കുക. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, CD ഒക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ബന്ധപ്പെടാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. അതല്ലെങ്കിൽ പുതിയതായി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ വെബ്സൈറ്റിൽ, സ്ക്രീനിൽ കാണാം, ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായി ഇത് കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. വെൽക്കം ബാക്ക് ടു ബൈബിൾ ഇൻ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുവാൻ ആഗ്രഹിച്ചത് ആര്? Who wanted John the Baptist to be executed? Options: A. ഹെരോദ്യ, B. ഹെരോദ്, C. പരീശന്മാർ, D. ഹെരോദ്യയുടെ മകൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് A B C or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും.